നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൗമാര പ്രതിഭകളുടെ വിസ്മയ പ്രകടനങ്ങൾക്ക് 18-ന് നാളെ ഞായറാഴ്ച സമാപനമാകും. MTIയിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കുകൾ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി പെരുന്നാൾ 17-18 തീയതികളിൽ ആഘോഷിക്കുന്നു. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനെ കൊടികയറി. വിശദമായ വാർത്തകളിലേക്ക്. 64ാമത് കേരള സ്കൂൾ കലോത്സവം അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. കൗമാര പ്രതിഭകളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾക്ക് വേദിയായ ഈ മഹോത്സവത്തിന്റെ സമാപന സമ്മേളനം 2026 ജനുവരി 18 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് തൃശൂർ തേക്കിങ്ങാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ച് വളരെ വിപുലമായി നടക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കുന്നതാണ്. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അധ്യക്ഷത വഹിക്കും. മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തുന്ന ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും മോഹൻലാലും ചേർന്നാണ് വിജയികൾക്ക് സമ്മാനിക്കുക. ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തും. കൂടാതെ മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, V അബ്ദുറഹ്മാൻ, MP രാജേഷ് തുടങ്ങിയവരും സാംസ്കാരിക നായകരും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കും. மந்திரி, இந்த காகிதம் என்னதென்றும் படித்து சொல்வையாக. அருள்படி படுத்து சொல்கிறோம் ஐயா சுவாமி. எண்ணில் செய்யும் ஓர் கொண்டையில் எண்ணில் செய்யும் ஓர் கொண்டையில் ஆளும் கார்மான் துறை என்ற போரெழுதி நிறுவம் எந்த போரெழுதி நிறுவம் அண்டதாலயமே அண்டதாலயமே ஹரியன நம மணிகள் அங்களையும் रे ता क अदा जम अदा जम अदा दी अदा अदा दी अदा क अदा जम अदा जम राम अदा दी ता अदा दी
മത്സരാർത്ഥിക്ക് വീട്. കാസർഗോഡ് കമ്പല്ലൂർ GHSSലെ +1 വിദ്യാർത്ഥിയായ സച്ചു സതീഷിന്റെയും അമ്മ ബിന്ദുവിന്റെയും കഷ്ടപ്പാടുകൾക്ക് ആശ്വാസമായി സർക്കാർ ഇടപെടലുണ്ടാകും. കേരള കൗമുദിയിലെ വാർത്തയെ തുടർന്ന് സച്ചുവും അമ്മയും നേരിട്ട് കണ്ട് ബുദ്ധിമുട്ടുകൾ അറിയിച്ചു. ഇതിനെ തുടർന്ന് സച്ചുവിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെടണമെന്ന് തൃക്കരിപ്പൂർ MLA M രാജഗോപാലിനെ ഫോണിൽ വിളിച്ച് നിർദ്ദേശം നൽകി. പ്രശ്നപരിഹാരം ആകുന്നതോടുകൂടി സച്ചുവിന് വീട് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി 4ാം തവണയും A ഗ്രേഡ് നേടിയിട്ടുണ്ട് സച്ചു. പട്ടികവർഗ മലവേട്ടുവ സമുദായത്തിൽപ്പെട്ട സച്ചുവിനെ കുച്ചിപ്പുടിയിലും കേരള നടനത്തിലും മുൻപ് 3 തവണ A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. സച്ചുവിന്റെ ഈ വിജയങ്ങൾക്ക് പിന്നിൽ അമ്മ ബിന്ദുവിന്റെ വലിയ ത്യാഗത്തിന്റെ കഥയുണ്ട്. 6 വർഷം മുൻപ് അച്ഛൻ PR സതീഷ് ഹൃദയാഘാതം മൂലം മരിച്ചതോടെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. കല്ലെടുത്തും ഇഷ്ടിക ചുമന്നും തൊഴിലുറപ്പിന് പോയും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ബിന്ദു മകനെ വളർത്തുന്നത്. സ്വന്തമായി വീടില്ലാത്ത ഇവർ നിലവിൽ ബിന്ദുവിന്റെ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. സർക്കാരിന്റെ കരുതൽ, സ്വപ്നം കൈവിടാതെ സിയ ഫാത്തിമ. വേദന ശരീരം കാർന്നു തിന്നുമ്പോഴും സ്വപ്നങ്ങൾ കൈവിടാൻ സിയ ഫാത്തിമ തയ്യാറായിരുന്നില്ല. സ്വപ്നങ്ങൾക്ക് കരുതലായി ഒപ്പം സർക്കാരും കൂട്ടുനിന്നപ്പോൾ കലോത്സവ വേദിയിൽ പിറന്നത് പുതുചരിത്രം. തൃശൂരിൽ നടക്കുന്ന 64ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തുവാൻ കഴിയാതെ വിഷമിച്ചിരുന്ന സിയ ഇന്ന് അറബിക് പോസ്റ്റ് ഡിസൈനിംഗ് മത്സരത്തിൽ പങ്കെടുത്തു. വെർച്വൽ ആയി ആത്മവിശ്വാസത്തോടെ കാസർഗോഡ് ജില്ലയിലെ VKP KHM MRV HSSലെ വിദ്യാർത്ഥിനിയായ സിയ ഫാത്തിമ വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗത്തോട് പോരാടുകയാണ്. യാത്ര ചെയ്യുന്നത് പോലും ജീവന് ഭീഷണിയായേക്കാമെന്ന ഡോക്ടർമാരുടെ കർശന നിർദ്ദേശപ്രകാരമാണ് അവൾക്ക് തൃശൂരിലെ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാതെയായത്. എന്നാൽ കലോത്സവ വേദിയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ സന്ദേശത്തിലൂടെ അറിയിച്ചു. മത്സരത്തിനായി വേദിയിലെത്തുവാൻ കഴിയാത്ത ഒരു കുട്ടിയുടെ സ്വപ്നം അതോടെ ഭരണകൂടത്തിന്റെ പരിഗണനയായി. മാനുഷിക സമീപനത്തിന്റെ ഭാഗമായി സർക്കാർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ തൃശൂരിലെ CMS HSSൽ നടന്ന അറബിക് പോസ്റ്റ് ഡിസൈനിംഗ് മത്സരത്തിൽ രാവിലെ 11 മണിക്ക് സിയ ഫാത്തിമയ്ക്ക് വീഡിയോ കോൺഫറൻസ് മുഖേന മത്സരിക്കുവാനുള്ള അവസരം ലഭിച്ചു. വേദിയിലെ മറ്റു മത്സരാർത്ഥികളെ പോലെ തന്നെ അധികൃതരുടെ നിരീക്ഷണത്തിലും മൂല്യനിർണ്ണയത്തിലുമാണ് സിയയുടെ പ്രകടനവും വിലയിരുത്തിയത്. കുട്ടിയുടെ ആത്മവിശ്വാസത്തിനും അധ്വാനത്തിനും ഒപ്പം അവൾക്കായി വഴിയൊരുക്കിയ സർക്കാരിന്റെ കരുതലും ഈ കലോത്സവത്തെ മറ്റൊരു ഉയരത്തിലേക്കാണ് നയിച്ചത്. തൃശൂരിലെ CMS HSSലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവരും മത്സരം വീക്ഷിക്കാനെത്തിയിരുന്നു.
നടത്തേണ്ട ഒരു അശരീരിയല്ലാന്ന് വകുപ്പ് തെളിയിക്കുകയാണ്. ഉത്തരവാദ കലോത്സവം അക്ഷരാർത്ഥത്തിൽ സംഘാടകരുടെ കൂടി ചുമതലയാണെന്ന് ബോധ്യപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ കത്തിൻ്റെ മുമ്പിൽ തുറക്കാത്ത നിയമ വഴികളില്ലാന്നും ബോധ്യപ്പെടുത്തി. ഒരു അപൂർവ ചരിത്രത്തിന് തൃശ്ശൂരിൽ വെച്ച് തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അത്ഭുതപൂർവമായ ചരിത്രം ഇവിടെ രേഖപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ച ഒരു നന്മയ്ക്ക് സർക്കാർ തന്നെ പ്രത്യേക സന്തോഷം മന്ത്രിയോട് രേഖപ്പെടുത്തുകയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അപേക്ഷയും അവിടുത്തെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടും അവിടുത്തെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും ആ സ്കൂളിൻ്റെ അപേക്ഷയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണെന്ന് അപേക്ഷയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിയമം എന്ന് പറയുന്നത് സാധാരണക്കാർക്കുമൊക്കെ വേണമല്ലോ. നിയമം എന്ന് പറയുന്നത് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണല്ലോ നിയമം. ആ കുട്ടിയുടെ ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിച്ച സംഭവം, അവൻ ജില്ലയിൽ മത്സരിക്കുമ്പോൾ അവന് ഒരു അസുഖമില്ല, എ ഗ്രേഡ് കിട്ടി. സംസ്ഥാനത്ത് മത്സരിക്കുമ്പോഴാണ് അവന് അപൂർവമായിട്ട് രോഗം വന്നത്. ആ രോഗം ബാധിച്ചതിനെ തുടർന്ന് അവൻ ക്വാറന്റൈനിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇതിൽ സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഉത്തരവ് ഞങ്ങൾ നൽകുകയാണ് ചെയ്തത്. ഇതൊരു ചരിത്ര സംഭവമാണ്. ഭാവിയിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വർത്തമാന കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. രക്ഷിതാവോ അധ്യാപകരോ മറ്റോ വേദിയിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്. ഇതിൽ ഓൺലൈനായി മത്സരിച്ച കുട്ടിയുടെ കോഡ് നമ്പർ 912 ആണ് എന്ന് മനസ്സിലാക്കുന്നു. 912 എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നു എന്ന സന്തോഷം അറിയിക്കുന്നു. ഇവിടെ രചനയാണ് ഇവിടെ ചാവക്കാട് DO പ്രകാശനം ചെയ്യുന്നത്. MTIയിൽ പുതിയ അക്കാദമിക് ബ്ലോക്കുകൾ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ തൃശൂർ മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും സിവിൽ എഞ്ചിനീയറിംഗ് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവുമാണ് മന്ത്രി നിർവഹിച്ചത്. 3.58 കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് പൂർത്തിയാക്കിയത്. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായി 4.65 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തികളും ഇതോടെ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് 2 പദ്ധതികളും നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ആനി എബ്രഹാം സ്വാഗതം ആശംസിച്ചു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ PK പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. SIT TTR ജോയിന്റ് ഡയറക്ടർ സിനിമോൾ KG, PTA വൈസ് പ്രസിഡന്റ് റഫീഖ് വട്ടേപ്പാടം, അലുമിനി അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ തോമസ് ജോൺ, സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി രാജലക്ഷ്മി A, കോളേജ് യൂണിയൻ ചെയർമാൻ സാൻജോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. MTI പ്രിൻസിപ്പൽ സീന IT നന്ദി രേഖപ്പെടുത്തി. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ
റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുത്തൂർ സെന്റ് തോമസ് ഫൊറാന പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയ സമുച്ചയം വൈദ്യുത ദീപാലങ്കൃതമായി. ഒല്ലൂർ SI ജിസ് മാത്യു സ്വിച്ച് ഓൺ നിർവഹിച്ചു. സപ്ലിമെന്റ് പ്രകാശനം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ നിർവഹിച്ചു. മന്ത്രി K രാജൻ മെഗാ ബാൻഡ് മേളം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോജു പനക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറി ഞരളക്കാട്ടുകുന്നേൽ, ഡീക്കൻ അഖിൽ സണ്ണി, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയേക്കൽ, വർഗീസ് കൊഴിക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത്, വിജീഷ് അറങ്ങാശ്ശേരി, ജനറൽ കൺവീനർ പ്രിൻസ് ഐനിക്കൽ, ജോയിന്റ് ജനറൽ കൺവീനർ ജോയ് കണ്ണുകാടൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മെഗാ ബാൻഡ് മേളം അരങ്ങേറി. ഇന്ന് രാവിലെ 6:30 വിശുദ്ധ കുർബാന രൂപം എടുത്തുവെക്കൽ നടക്കും. ഫാദർ മൈക്കിൾ തോട്ടുവായ്ക്കുളം കാർമ്മികത്വം വഹിക്കും. രാത്രി 11 അമ്പ് എഴുന്നള്ളിപ്പുകൾ സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 വിശുദ്ധ കുർബാന, രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോമോൻ പൊന്തയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പോളി കണ്ണുങ്കാടൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം. തിങ്കളാഴ്ച രാവിലെ 5:45 7 വിശുദ്ധ കുർബാന, വൈകിട്ട് 7 സ്റ്റേജ് ഷോ.
വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും പരിശുദ്ധ ദേവമാതാവിന്റെയും സംയുക്ത തിരുനാളിനെ കൊടിയേറ്റം നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാന, ലതീജ്, നൊവേന എന്നീ ചടങ്ങുകൾക്ക് ശേഷം നവവൈദികൻ ഫാദർ ജോബിൻ പയ്യമ്പള്ളി, പള്ളിവികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ ചേർന്ന് കൊടിയേറ്റ ചടങ്ങ് നിർവഹിച്ചു. പള്ളി കൈക്കാരന്മാരായ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുങ്കാടൻ, ജേക്കബ് പാലമറ്റം, ബിജോയ് കുര്യൻ, ജിൻസ് തെക്കേക്കുടിയിൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ജോസഫ് വിളിയാംകുളം, കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു. തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ എല്ലാ യൂണിറ്റുകളിലും വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ കൊടിയേറ്റം നടത്തി. ജനുവരി 24, 25, 26 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചെരുവിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകണമെന്നുമെന്നും. സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുനാളിൽ നേരെ പിടിക്കോ? ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ജനുവരി 18 നാളെ നടക്കും. ചെമ്പൂത്ര മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പൊങ്കാല മഹോത്സവം ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതിയെ തന്ത്രി മുണ്ടാരപ്പിള്ളി മനക്കൽ മുരളീകൃഷ്ണൻ നമ്പൂതിരി പഞ്ചഗവ്യ നവകാഭിഷേകം നടത്തി ചൈതന്യപൂർണ്ണയാകുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നത്. ഇതോടൊപ്പം തന്ത്രിവര്യൻ അഗ്നിബലിക്കൽ പുരയിലേക്ക് നൽകുന്നു. ഇതിൽ നിന്നും അഗ്നിയെടുത്ത് ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാരടുപ്പിലേക്കും മറ്റും ഭക്തജനങ്ങളുടെ അടുപ്പുകളിലേക്കും പകരുന്നു. ഇതോടെ ദേവീസന്നിധി അതിപവിത്രമായ യാഗഭൂമിയായി മാറും. തുടർന്ന് പൊങ്കാല പായസം ആവുന്നതോടെ ശ്രീകോവിലിൽ നിന്നും ദേവിയുടെ തിടമ്പുമായി മേൽശാന്തി ഭക്തജനങ്ങളുടെ അരികിലേക്കെത്തും. പൊങ്കാല സമർപ്പിക്കുന്നതിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 300 രൂപ ക്ഷേത്രത്തിലടച്ച് രശീദ് അടയ്ക്കേണ്ടതാണ്. ഇനിയൊരു ഇടവേള. 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം.
മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ചെമ്പൂത്ര പെട്രോൾ പമ്പിന് സമീപം വൻ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയ പാതയോരത്തെ ചെമ്പൂത്ര പെട്രോൾ പമ്പിനോട് ചേർന്ന പറമ്പിൽ വൻ തീപിടുത്തം. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. പറമ്പിലെ പുല്ലിനാണ് തീപിടിച്ചത്. തീ വലിയ രീതിയിൽ പടർന്നു പിടിച്ചു. തീപിടുത്തത്തിനിടെ കനത്ത കാറ്റു വീശിയത് ഭീതി സൃഷ്ടിച്ചു. തീ പടർന്നു പിടിക്കുവാനുള്ള കാരണം വ്യക്തമല്ല. തുടർന്ന് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൗമാര പ്രതിഭകളുടെ വിസ്മയ പ്രകടനങ്ങൾക്ക് 18-ന് നാളെ ഞായറാഴ്ച സമാപനമാകും. MTIയിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കുകൾ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി പെരുന്നാൾ 17, 18 തീയതികളിൽ ആഘോഷിക്കുന്നു. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിനെ കൊടികയറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.